ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും മൈസൽ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നില്ല. അപ്പോൾ വേഗം ഒരു വീഡിയോ എടുക്കുക വിചാരിച്ചു. അപ്പോൾ ഷോളാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഷോൾ വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, വലിയ ഷാളില്ല താത്ത, വലിയ ഷാളില്ല കുട്ടികളെ. പിന്നെ പ്ലെയിൻ ഷാൾ വരുന്നത് ഈ ഐറ്റാണ് കേട്ടോ, ഇങ്ങനത്തെ ഐറ്റാണ്. അപ്പോൾ പ്ലെയിൻ ഷാൾ കുറച്ചിട്ട് ഇവിടെ ഉള്ളത് ഒരുപാട് ഷാൾ ഞാൻ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഷാൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഷോളുകളൊക്കെ ഫുള്ള് ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് കടയിൽ തന്നെ സെയിലായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് സെൻഡ് ചെയ്യുമോ. അപ്പോൾ ഈ നിവൃത്തി കാണിക്കുന്ന രസം നമുക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തന്നാൽ കിട്ടണില്ല എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു കസ്റ്റമറിനോട് ഒരാളിനോട് ചോദിച്ചു, ഇങ്ങനെ ഫോട്ടോ അയച്ചു തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ഇതിൻ്റെ മുന്നിട്ട വീഡിയോസിൽ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു കേട്ടോ. ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത് അവരിനോട് പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ആ സെയിം സാധനം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ആ അയച്ചു കൊടുത്തത് മൊത്തവും സ്ക്രീൻഷോട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിനോട് പറഞ്ഞു, ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ അത് അതിൻ്റെതായ ഒരു ലുക്ക് ഉണ്ട് എന്ന്. കാരണം ഇട്ട് ഇങ്ങനെ കാണിച്ചു തരുമ്പോഴേ നിങ്ങൾക്ക് അതൊരു രസം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ എന്ത് ചെയ്തു, നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഒരു കെട്ടിൽ 12 പക്ഷേ സെയിം പീസ് ആ കെട്ടിൽ വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കാണിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കി ഫസ്റ്റ് വരുന്ന നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ആദ്യം ഇത് കസ്റ്റമർ വരുന്നത് വെച്ചാൽ ആ കസ്റ്റമറുടെ ഓർഡർ കംപ്ലീറ്റ് എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ഷാൾ വരുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റും കോട്ടണിൽ നല്ല സോഫ്റ്റ് ഷാളല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഷാൾ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കും ചിലരെന്ത് ചെയ്യും, പെട്ടെന്ന് കിട്ടുന്നിടത്തോളം വാങ്ങി വെക്കും. അങ്ങനെ ചില താത്തമാരുണ്ട് കേട്ടോ. ഇപ്പോൾ ജംബോ മാക്സിൻ്റെ വീഡിയോ ഇട്ടാൽ നമുക്ക് നമ്മളെ കടയിൽ വന്നിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. 10 മാക്സി ഒരുമിച്ച് കൊണ്ടുപോകും അല്ലേ, 10 മാക്സി ഒരുമിച്ച് എടുക്കും. അപ്പോൾ എന്താ ചോദിച്ചാൽ പറയും, ജംബോ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മൾ എല്ലാ മാസം വീഡിയോസ് ഇടും, എല്ലാ ആഴ്ചയിലൊക്കെ ചിലപ്പോൾ വീഡിയോസ് ഇടും. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല എല്ലാ പ്രിന്റും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ജംബോലെ ഷാളിൻ്റെ കാര്യം കേട്ടോ. നമ്മളതൊരിക്കലും തള്ളി മറിക്കില്ല. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സൈസിന് എല്ലാ സമയത്തും നമുക്ക് മാക്സി കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമുക്ക് എല്ലാ സമയത്തും നമുക്കനുസരിച്ച് പ്രിന്റ് നമുക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ചിലപ്പോൾ ജംബോ ഇഷ്ടമാതിരി വരും പോവും ചെയ്യും. ചില സമയത്ത് നമ്മൾ ജംബോ ചെയ്യുന്ന സമയത്ത് ചിലർ പറയും 5 എണ്ണം 8 എണ്ണം 10 എണ്ണം. അപ്പോൾ ഞാൻ ചോദിക്കും, ചിലപ്പോൾ ചിലർ ചോദിക്കും അടുത്ത വീഡിയോ വരാണ്ടോ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയും, എനിക്ക് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ തലവേദന ആകണം കേട്ടോ, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ വീഡിയോ ഉണ്ടോ താത്ത ചോദിക്കും. ഇല്ല പറയും. ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസ്റ്റോക്ക് വരുമോ ചോദിക്കും. അപ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ കൊടുന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഷോളിൻ്റെ കാര്യം കേട്ടോ. ഈ ഷോള് 4-5 ബണ്ടിൽ ഞാനിവിടെ കൊടുന്ന് വെച്ചിരുന്നു. ഇപ്പോൾ ആകെ 1.5 ബണ്ടിൽ സാധനമുള്ളൂ. ബാക്കിയൊക്കെ സെയിലായി പോയിട്ടുണ്ടാകും. നാളെ ഒരു വന്നിട്ട് ഞാൻ ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഒക്കെ സെയിൽ. കാരണം എല്ലാവരും എന്നോട് ഇപ്പോൾ ഇന്ന് ഞാൻ ജംബോൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയപ്പോൾ ഞാൻ ഷോപ്പിൽ വന്നിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ഷോപ്പിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, താത്ത 5 എണ്ണം ഒക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, ഞാൻ പറഞ്ഞു കൊടുത്തോ, കാരണം സാധനം പോയിക്കോട്ടെ കൊടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ആ ജംബോ മാക്സി നല്ല അടിപൊളി ഷാളാണ്. വർത്താനം പറഞ്ഞ അടിയിൽ കൂടി നോക്കിയാൽ ഈ 2 കരയും ഞെട്ടി കാണിച്ചു കേട്ടോ. ഇവിടെ കണ്ടില്ലേ, സെൻറ്ററിൽ തന്നെ നല്ല പ്രിന്റ് പിടിക്കാത്തത് കേട്ടോ. കാരണം നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടം. ഇത് പോയി മാറ്റിച്ച. അപ്പോൾ അതുകൊണ്ടാണ് മക്കളെ, തള്ളി മറിച്ചതും ഒന്നുമല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എന്ത് ചെയ്യും, 4 എണ്ണം ആയാലും 5 എണ്ണം ആയാലും ഒക്കെ ഒരു ഇത് കാണിച്ചോടാ. ഇതൊന്ന് കാണിച്ചില്ലേ, ഇത് 2 പ്രിന്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഷാളുകൾ നമ്മളോട് അങ്ങനെ തന്നെയായിട്ട് ചോദിക്കാറുള്ളത്. നമ്മൾ ഇതൊക്കെ പറ്റിയൊരു മാക്സി അവിടെ ഞാൻ കണ്ടിരുന്നല്ലോ. അപ്പോൾ വലിയ ഷാളുകൾ ഇല്ല താത്ത, വലിയ ഷാളുകൾ ഇല്ലെന്ന് ചോദിക്കും. ഇത് നമ്മൾ മറ്റേ ഷോളിൻ്റെ അത്ര കനമില്ല കേട്ടോ. കണ്ടില്ലേ, സൂപ്പറാണ്. ചുരുക്കാക്കി നിൽക്കാൻ നേരമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ. പിന്നെ ഇതൊരു പ്രിന്റാണ്. ഓര് പറയുന്നത് റിച്ചുവാടിയാണ്, പക്ഷെ ഒരു പറയുന്നുണ്ട് കളർ പോകൂല നിരക്കൂല എന്നൊക്കെ. പക്ഷെ ആദ്യത്തെ ഒരു തിരുമ്പലിൽ ഒരു കളർ പോകലേ ഉണ്ടാകുള്ളൂ പറഞ്ഞു. പിന്നെ ഒരു പറഞ്ഞു കളർ പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ നല്ലൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ തിരുമ്പാതിരിക്കുക, ഇടുക മടക്കിക്കുക. അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ വെച്ചാലും ഷാള് നിരുകിടാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ ഓരോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുളിക്കണ സോപ്പില്ലേ, നമ്മൾ കുളിക്കണ സോപ്പ് അതെടുത്തിട്ട് അതിന്റെ കവർ ഉണ്ടാവുമല്ലോ, ആ കവർ ഇതിന്റെ ഉള്ളിൽ വെച്ച് മടക്കിച്ചാൽ മതി. കാരണം തിരുമ്പാത്തത് അറിയില്ല, എന്നാൽ കളർ പോകില്ല. അത്ര സംഗതി എങ്ങനെയുണ്ട്, ഇതൊക്കെ നല്ല ഉഷാറല്ലേ. എനിക്കിത് ഇഷ്ടമായിട്ടോ, നീലയും ഇതും ഈ കളറിനോട് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അപ്പൊ സോപ്പിന്റെ ആ സ്മെല്ല് എന്നും ഉണ്ടാകും. അപ്പൊ ഈ ഷാള് ഒന്നും പറ്റും. ഇതല്ല ഇത് 160 രൂപന്റെ ഷാളാട്ടോ. ഫസ്റ്റ് കാണിച്ചത് ഇത് 140 രൂപന്റെ ഷാളാണ്. കണ്ടില്ലേ, ഇത് നമ്മൾ ആ പ്ലെയിൻ മാക്സിക്ക് കാണിച്ചിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവർക്കും കുറച്ച് ആൾക്കാരെ ഷാള് മാച്ചാക്കി കുറച്ച് മാക്സി ഷാൾ എടുത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, റേറ്റ് താങ്ങൂല. മാക്സി ഷാള് സെപ്പറേറ്റ് വന്ന് നമ്മളത് മാച്ചാക്കിയത് കാരണം റേറ്റ് ആർക്കും അത്. പക്ഷെ ചിലർ കുറേ ആൾക്കാർ അങ്ങനെ എടുത്തവരുണ്ട് കേട്ടോ. അവർക്ക് അങ്ങനെ മതി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എടുത്തവരുണ്ട്. പിന്നെ ഷാൾ സെപ്പറേറ്റ് തരുമോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു. ഈ ഷാളുകൾ സെപ്പറേറ്റ് നമ്മൾ സെപ്പറേറ്റ് തരും. സെപ്പറേറ്റ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാക്സി വേണമെങ്കിൽ മാക്സി തരും, ഇനി മാച്ചാക്കി വേണമെങ്കിൽ മാച്ചാക്കിയിട്ട് തരും. അപ്പോൾ മാച്ചാക്കിയിട്ട് വേണ്ടവർക്ക് അങ്ങനെ നമ്മൾ അന്ന് അങ്ങനെ കൊടുത്തു. അല്ല ഷാൾ മാത്രം മതി പറഞ്ഞവർക്ക് ഷാൾ മാത്രമായിട്ട് കൊടുത്തു. മാക്സി മാത്രം മതി പറഞ്ഞവർക്ക് നമ്മൾ മാക്സി മാത്രമായിട്ട് കൊടുത്തു. ഇനി ഇതിങ്ങനെ വരുന്ന ഒരു ഷാളാണ് കേട്ടോ. ഇതും 140 രൂപയായിട്ട് വരുന്നത്. ഞാൻ ഫസ്റ്റ് കാണിച്ചത് 160, രണ്ടാമത് കാണിച്ചത് 140, മൂന്നാമത് കാണിച്ചത് 160, നാലാമത് കാണിച്ചത് 160. ഇത് 140 പ്ലെയിൻ 140. അപ്പോൾ കേട്ടോ, ഇതൊക്കെ വലിയ ഷോൾ തന്നെയാണ് കേട്ടോ. നല്ല ഇട്ട് ഇതായി നിൽക്കാൻ പറ്റിയ ഷോളാണ്. പിന്നെ
നമ്മളെ മറ്റേ ചാനലിൽ ചെറിയൊരു പ്രശ്നം പറ്റിയത് കാരണമാണ് നമ്മൾ അതിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കാത്തത്. അപ്പോൾ അതും കൂടി നമ്മൾ ശരിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലും കൂടി രണ്ടിലും കൂടി നമുക്ക് ഈ 2 വീഡിയോ ഒക്കെ ആണെങ്കിൽ പ്രാവശ്യം നല്ല ഇത് പോയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ ചാനൽ നിങ്ങൾ എന്ത് ചെയ്ത് തരണം, സപ്പോർട്ട് ചെയ്ത് തരണം. നമ്മൾ ഐഷാൻ മേക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് തരണം. ഇതാടോ ഓരോരോ ഷോളുകൾ. അപ്പോൾ നിങ്ങൾ ഷോളുകൾ കോട്ടൺ ഷാളുകൾ ഇല്ല താത്ത ചോദിക്കുമ്പോൾ ഉണ്ട് താത്ത എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫോണ് 5% എത്തിയാൽ ഫോൺ സ്വിച്ച് ഓഫ് ആവും. ഇതൊക്കെ പ്ലെയിനിലാണ് കേട്ടോ. അപ്പോൾ പ്ലെയിനിൽ വേണ്ടവർ എന്ത് ചെയ്തോളി, പ്ലെയിനിൽ ഓർഡർ ചെയ്തോളി കേട്ടോ. ഇത് ചെറിയൊരു തിരക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ചെറുത് സിമ്പിൾ, വെരി സിമ്പിൾ. അപ്പോൾ അത് നോക്കുമ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവും. സമയം 2:30 മണി. എന്തൊരു വെച്ചിട്ടില്ലേ സത്യം ഇതുവരെ എനിക്കൊരു പേടി ചെയ്യുന്നു. നമ്മൾ മനസ്സിൽ ആ പേടി കയറി കഴിഞ്ഞാലേ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ ഒരു നൂല് പോലും നമുക്ക് പേടിയായി തുടങ്ങും. പണ്ട് ഇതേമാതിരി രാത്രി 2:30 മണിക്ക് ഇങ്ങനെ പേടിക്ക് പോകണം. അപ്പോൾ ഒരു സാധനം വീട്ടിൽ അങ്ങോട്ട് വന്നു. ഞാൻ പേടിച്ചു കേട്ടോ. കുറച്ച് എനിക്ക് ധൈര്യം തന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ വലിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ധൈര്യം. ഇതൊരു ഇന്ത്യക്കാളിലും പേടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. എന്നാലും കുറച്ച് ഞങ്ങൾ അത്രയും കാലം കാത്ത് രക്ഷിച്ചോളൂ. ഇനി ഇൻഷാ അല്ലാഹ് മരണം വരെ ആരുടെയും മുന്നിലെയും ഇതാണ്. അപ്പോൾ ഓക്കെ റെഡി കേട്ടോ. ഞാനത് പറഞ്ഞത് ഒന്ന് വിചാരിക്കണം. 2:45 സമയം. അത് നിങ്ങൾ ആലോചിക്കണം. ഈ വിലക്ക് ഇറങ്ങുന്ന സമയമാണ് അത്ര. ഈ സമയം എന്നോട് എല്ലാവരും പറയും ചോരി നീരുള്ള പെണ്ണുങ്ങൾ രാത്രി 2 മണിക്കൊന്നും ഇറങ്ങി നടക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു. എന്നോട് കുറേ ആൾക്കാർ പറയാറുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരും പറയാറുണ്ട്, പിന്നെ എന്നെ അറിയുന്ന ആൾക്കാരും പറയാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ മനുഷ്യനെ ശേഷം ഞാൻ നിൽക്കുന്നുണ്ട്. മൂത്തമ്മ എപ്പോഴും പറയും രാത്രി ഇറങ്ങി നടക്കരുത് കേട്ടോ, രാത്രി ഇറങ്ങി നടക്കരുത്. പക്ഷേ എനിക്ക് രാത്രി അങ്ങനെയൊന്നുമില്ലാതെ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് ചെറിയ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വേഗം കൂടാണ് ഞാൻ നോക്കട്ടെ. ബാക്കി നാളെ ഓക്കെ അസ്സലാമു അലൈക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സുബഹി ബാങ്ക് കൊടുക്കാൻ സമയത്ത് പെൽച്ചയ്ക്ക് എല്ലാവരും നീച്ചുന്ന സമയത്ത് ലൈറ്റ് ഇടുന്ന സമയത്ത് ഒരു ഓട്ടേക്കാരെ പേടിക്കുക. ഞങ്ങൾ പേടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പേടിപ്പിച്ചു വിട്ടു. ഹലോ അസ്സലാമു അലൈക്കും. ശാലുവാ എനിക്ക് ഈ ബാഗിൽ നിന്ന് കെട്ടി ഷാൾ എടുത്തടിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും വന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ വേഗം പോന്നോളൂ. ഞാൻ ഇപ്പൊ തന്നെ പോന്നു. അപ്പോൾ ഇതാക്കണം നമ്മുടെ ഷോളുകൾ കേട്ടോ. നല്ല അടിപൊളി ഷോളാണ്. ഇന്ന് പർച്ചേസ് കഴിഞ്ഞ് വന്നിട്ട് നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പെരച്ചക്കൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളൊന്നും മനസ്സിലാക്കണം കേട്ടോ. ഇല്ല. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതാണ് നല്ല അടിപൊളി ഷാളുകളാണ്. 160 രൂപ കേട്ടോ. 160 രൂപയാണ് റേറ്റ് വരുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടാകും. ഒരു 4-5 എടുക്കുന്ന സമയത്ത് 40 രൂപയ്ക്ക് വരുള്ളൂ. ഇനി അതിൽ മാക്സിൻ്റെ കൂടെ ഒരു ഷാളൊക്കെ ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ വെയിറ്റ് നോക്കുമ്പോൾ കണ്ടില്ല നല്ല അടിപൊളി എന്താ പറയുക സൂപ്പറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ പലരുടെ കണ്ണുകളും പല ഇതുപോലെ ഇതാണല്ലോ. ഇപ്പം എനിക്ക് മനസ്സിലായി ജംബോൻ്റെ കാര്യത്തിൽ തന്നെ. അന്ന് ഞാൻ ചെന്ന സമയത്ത് നല്ല സ്റ്റോക്കുള്ള സാധനമായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ആ പ്രിൻ്റ് അപ്പം പിടിച്ചില്ല. പക്ഷെ എനിക്ക് ഏറ്റവും സ്ക്രീൻഷോട്ട് വന്ന പ്രിന്റും അതാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മൾ മറ്റേ ഷോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ബാലൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അതിനെക്കാട്ടിലും ഒന്നും കൂടി ഒരു വെറൈറ്റി, അത് കുറച്ചൊരു ഇതിനെക്കാട്ടിലും ഒരു ബാലൻസ് കിട്ടും. പക്ഷെ തിരുമ്പ് അതും ഇതൊക്കെ കണക്കാണ്, സോഫ്റ്റ് ആകും. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ചുങ്കിടിയാണ് വിചാരിച്ച് ഇരിക്കുന്നത്. പക്ഷേ ചുങ്കിടിൻ്റെ ഉള്ളിൽ വേറൊരു മഞ്ഞ കളറും കൂടി ഉണ്ട്. കണ്ടില്ലേ ഈ ഷാള് ശരിക്കും റേറ്റ് എത്രയാണോ ഞാൻ വെറുതെ പറയില്ല കേട്ടോ. 175 റുപ്യാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് 175 രൂപയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രൈസ് എത്ര വെച്ചാൽ 160 രൂപയാണ്. അപ്പോൾ കണ്ടില്ലേ എന്താണ് സ്റ്റാൻഡ് ചാടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് 160 രൂപക്കാണ് കേട്ടോ. കണ്ടില്ലേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ? ഓരോ ഷാളും ഒന്നിനൊന്നും മെച്ചം എന്ന് പറയാം. ഞാൻ വീഡിയോയിൽ നിർത്തിയ ഷാളുകളൊന്നും നിർത്താൻ കേട്ടോ. ഇത് 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 മാറ്റിക്കോ. അപ്പോൾ 2 പീസൊക്കെ കാണാനുണ്ട് കേട്ടോ ഓരോ ബണ്ടിൽ. കണ്ടല്ലേ എന്താന്നാ രസം. നമ്മൾ ഏതാ നോക്കി ഏതാ രസം. അല്ല ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്ത് വെച്ച് പോകണമല്ല. ഞാൻ ഇതിന്റെ കൂടെ ആടാക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ജംബോ മാക്സിക്ക് ഷാൾ കിട്ടാത്തതുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നോളി മക്കളെ. ഇങ്ങോട്ട് നോക്കിയും ഇങ്ങനത്തെ ഷാളുകളൊക്കെ നമുക്ക് നമ്മളെ വലിയ മാക്സിക്ക് ഇതൊക്കെ കിട്ടി. ഇനിയിപ്പോൾ പെരുന്നാണ്ട് അന്ന് നമ്മളെ അടുത്തേക്ക് എല്ലാവരും പേരും കാണുന്നത്. ഇന്ന ആരും കാണൂല. പെരുന്നാണ്ട് നിന്നൊരു മനുഷ്യൻ കാണൂല. ഞങ്ങൾ രാവിലെ ചോറ് അങ്ങോട്ട് തിന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഉറക്കം. ഇതാണോ. അപ്പോൾ നമ്മൾ വലിയ കുറേ അവിടുന്ന് പുറത്ത് ആൾക്കാരൊക്കെ വരുമ്പോഴല്ല പണ്ടൊക്കെമാർ ഇങ്ങനെ നിൽക്കുമല്ലേ ഷാളൊക്കെ വലിയ ഷാളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ നിൽക്കുമോ എനിക്കറിയില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കണം. അതിൻ്റെ നമുക്ക് ഇങ്ങനെ നിൽക്കണം ആ ഒരു ഓർമ്മ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതാട്ടോ അടുത്ത ഒരു ഷോൾ വരുന്നത്. അപ്പോൾ പെരുന്നാക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിൽക്കാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് ഷാൾ. ഇനി വലിയ ഷാൾ ഇന്നലെ ഒരാൾ ഇതേമാതിരി എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ അടുത്താണ് ആ ഷാൾ എടുക്കൽ. പെരുന്നാൾക്ക് എനിക്ക് ഷാൾ കിട്ടിയിട്ടില്ല. എനിക്കൊരു 4-5 ഷാൾ ഒന്നും അയച്ചു തരുമോ? ഞാൻ അയച്ച ഷാളിന് ഏതെങ്കിലും ഒരു 4-5 മതി. ഇവിടെ നോക്കിയോ എന്താണെന്ന് പറയാം.
കാണില്ലേ എന്താണെന്ന് പറയാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ മാതിരി എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. അപ്പോൾ അപ്പോൾ ആ ബണ്ടിലുള്ള 10 കളർ ഇതായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? 2 ഉണ്ടോ 3 ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ചില പ്രിന്റുകൾ മാത്രമാണ് കേട്ടോ 2 ഉള്ളത്. ബാക്കിയൊക്കെ ഓരോരോ പ്രിന്റുകളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരുമിച്ചൊരു ഫോട്ടോ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു 3 എണ്ണം 4 എണ്ണമാണ് ശരി, എത്ര എണ്ണാണെന്നുള്ളത് നിങ്ങൾ അതിനോട് കൂടി പറയാം കേട്ടോ. ഞാൻ കണ്ടിട്ട് കേട്ടോ, വേഗം മടക്കിക്കോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനോട് കൂടി തന്നെ എത്രയും പെട്ടെന്ന് എന്ത് പറയാം, ഇത്ര മാക്സിയാണ് കേട്ടോ വേണ്ടത്, ഇത്ര മാക്സിയാണ് കേട്ടോ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഷാളാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതിൽ ഏതെങ്കിലും 3 എണ്ണം ആണെങ്കിലും ചിലപ്പോൾ നിങ്ങളൊരു 10 സ്ക്രീൻഷോട്ട് അയക്കും. ചിലപ്പോൾ ആദ്യം അയക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ല സൂപ്പർ മൊഞ്ചത്തി ഷാളക്കണേ. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഞാൻ നല്ല ഡാമേജ് തന്നെ എടുത്ത് വെച്ചു. എവിടെ ഇവിടെ വെച്ചാലേ ഏതെങ്കിലും ചിലപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്തേക്ക് അതെടുത്ത് കാണൂല മടക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചിലപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ ആയിക്കാരം 10 ഷാളും. അപ്പോൾ 10 നമ്മൾ മാറ്റി വെക്കും. അപ്പോൾ അടുത്ത കസ്റ്റമർ വരും, അപ്പോൾ ഇതില്ല കേട്ടോ എന്ന് പറയും നമ്മൾ. അപ്പോൾ ആ കസ്റ്റമർ എന്ത് ചെയ്യും, ചിലപ്പോൾ ഉറങ്ങി നീച്ചൊക്കെ വന്നിട്ട് പറയും, താത്താ ഞാൻ ഇതിന് ഒരു 3 എണ്ണമാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഒരു 4 എണ്ണമാണ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഷാളാണ് വേണ്ടത്? അപ്പോൾ ആദ്യമൊക്കെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്ര എണ്ണം വേണ്ട വെച്ചാൽ വിടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം വിടുന്ന വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു 3 എണ്ണം എന്ന് പറയും. നിങ്ങൾക്ക് 3 എണ്ണമാണ് നിങ്ങളെ കയ്യിൽ ഒതുങ്ങുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഷാളായിരിക്കും വരിക. അപ്പോൾ ഓക്കെ ഈ ഒരു ഷാൾ ഉണ്ടോ ചോദിച്ചാൽ, അതില്ലെങ്കിൽ ഇതിന് പകരം ഇത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓക്കെ ആ രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ട് പറയാം. പക്ഷേ ഇത് നിങ്ങൾ ഫസ്റ്റിൽ വരുന്ന ആളിനെ ഒരു 10 എണ്ണം മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് വേണ്ടാന്ന് അങ്ങനെ പറയുന്നത്, അങ്ങനെ ചിലരുണ്ട്. പിന്നെ താത്താ ഈ മാക്സിക്ക് എത്ര റേറ്റ് നോക്കും, ഇത് അവൈലബിൾ ആണോ, ഉണ്ടെങ്കിൽ വേണം കേട്ടോ എന്ന് പറയും. പിന്നെ എമൗണ്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ ഒരു വിവരവും ഇല്ല. അപ്പോൾ ഈ റമദാൻ മാസം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവരോട് പറഞ്ഞതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു നമ്പറിൽ ആ മാക്സി അവിടെ മാറ്റി വെക്കും. പിന്നെ നമ്മൾ ഇതാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാക്സി അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പൊന്നാര മക്കളെ ഞങ്ങൾ ഇങ്ങോട്ട് പറയാണ്, ചിലപ്പോൾ എൻ്റെ മൂത്തതായിരിക്കും, ചിലപ്പോൾ എൻ്റെ താഴെ ആയിരിക്കും. നിങ്ങൾക്ക് കൺഫേം ആണോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ യൂട്യൂബിൻ്റെ താഴെ വീഡിയോ ഉള്ളത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഒരു 4-5 മാക്സി വേണമെന്ന് പറഞ്ഞു. ഇവരെ വിളിച്ച് മെസ്സേജ് നോക്കണില്ല ഒന്നുമില്ല, ഞാനിത് മാറ്റി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ വിളിച്ചേക്ക് കസ്റ്റമർ ആണെങ്കിൽ സാധനം സ്റ്റോക്ക് ഔട്ടായി. പിന്നെ ഇവരെടുത്ത് ഈ മാക്സി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങൾ ഒരു 4 മാക്സി മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ നമ്പറിൽ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒരു മിനിറ്റ് ഇട്ടോ, എനിക്ക് ഇന്ന വേറെ ആരും ഏൽപ്പിച്ചതാണ്, ഞാൻ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ. ഓക്കെ ചോദിച്ചിട്ടായിരുന്നു. പിന്നെ ഒരു കുറേ കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഓൽക്കേ ആ മാക്സി വേണ്ടാന്ന്, ആ മാക്സി അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ കാര്യം അവർക്ക് അപ്പം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, നമ്മളിത് ഈ രാവില്ല പകലില്ല അതിങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് ഇത് മുന്നൊരു 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം വേണ്ടാന്ന് പറഞ്ഞു. അടുത്ത വീഡിയോസിൽ സെയിം ആള് ഇതൊക്കെ അതിലും അടിപൊളി സാധനമാണ്, പക്ഷേ ഇതും ഡാമേജാണ്. എനിക്ക് നിർത്തിയപ്പോൾ കണ്ടെങ്കിൽ ഈ സാധനം ഒരു പീസ് തന്നെ ഉള്ളൂ കേട്ടോ, ഒറ്റ പീസ് തന്നെ ഉള്ളൂ. എന്താ ചെയ്യാം, അത് നൂലിങ്ങനെ അതായതാണ്. പക്ഷേ അവിടെ കീറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനത്തെ ഒരു ഷാള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് കീറൊന്നുമില്ല. കണ്ടില്ല എത്രയും പ്രസരത്തെയും വെച്ചിട്ട് അത് കീറൊന്നുമില്ല. അത് ഈ ഇഴ കുടുങ്ങാതിരിക്കുന്നതാ തോന്നുന്നു മെഷീന് എന്താ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പിറ്റേ ദിവസം വീഡിയോ ഇട്ട സമയത്ത് സെയിം ആള് 4 മാക്സിക്ക് ഓർഡർ എടുത്തു. ഞാൻ ഇവിടെയുള്ള സ്റ്റാഫ്, ഞാൻ അന്ന് പുറത്ത് പോകാൻ നിൽക്കുന്നു. ഞാൻ സ്റ്റാഫിനോട് അവരോട് പറഞ്ഞു, ഇവർ 2 ദിവസമായി ഈ പണി ചെയ്യണതിനോട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും അവസാനം അവർക്ക് റിപ്ലൈ കൊടുത്താൽ മതി പറഞ്ഞു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് തന്നെ സാധനം മാറ്റി വെക്കുക, ലാസ്റ്റ് വന്നിട്ട് വേണ്ടാന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് നമ്മളെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ട് നമ്മൾ റേറ്റ് പറയണം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ പോരെ. നമ്മൾ ഈ രാത്രി ഇപ്പോൾ സമയം എത്ര അറിയാം, 2:45 ഞാനും എൻ്റെ മകനും കടയിൽ നിന്ന് പോയിട്ടില്ല. നമ്മൾ രാത്രി ഓപ്പൺ അല്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ 2:45 നമ്മളിവിടെ ഓർഡർ എടുത്തിട്ടും ഓർഡർ പാക്കിങ്ങിനുള്ളതും നാളെ ഓർഡർ എടുക്കാനും അപ്പോൾ അല്ല എന്നാലും നമ്മൾ വീട്ടിൽ 2 മണിക്കൊക്കെ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർ. പക്ഷേ 2 മണിക്കൊന്നും നമ്മൾ തുറന്നു തരില്ല. നമ്മളിതൊക്കെ മടക്കി കയറ്റി എന്നാൽ തന്നെ മടക്കാൻ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കില്ല. ഇപ്പോൾ നാളെ സൺഡേ ആയതുകൊണ്ട് ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് മടക്കാക്കി വെച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ സാധനം അവർ മാറ്റി വെച്ചിട്ട് അവർ റിപ്ലൈയും കാത്ത് നിൽക്കുമ്പോൾ അവർക്ക് സാധനം വേണ്ടെങ്കിൽ വേണ്ടാന്ന് നമുക്ക് വേറെ കസ്റ്റമർക്ക് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പറയും. ഇന്നത്തെ ഒരു 2 ആൾക്കാരെ അഡ്രസ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു സാറ്റിൻ്റെ കഫ്താനും ഒരു ജംബോ സൈസ് ഒരു നീല മാക്സിയും എടുത്ത് വെച്ച ആളാണ്. എവിടെയാണ് അഡ്രസ്സ് മിസ്സായതെന്ന് എനിക്കറിയില്ല. ഞാനെടുത്ത ഓർഡറാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഓർഡർ എടുക്കുന്നുണ്ടെങ്കിൽ പർച്ചേസിങ്ങിന് പോകുന്ന കാരണം ചിലപ്പോൾ 1-2 അഡ്രസ്സൊക്കെ മിസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങൾ മറ്റേ നമ്പറിൽ ഓർഡർ ചെയ്തോളി പറഞ്ഞു കേട്ടോ. കണ്ടില്ലേ ഷാള്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിത് 2-3 ഓർഡർ ഷാൾ ആണെങ്കിൽ
നിങ്ങൾ ആദ്യം ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടോ ചോദിക്കുക. അതുപോലെ തന്നെ ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ കണ്ടല്ലേ ഷോള്. പിന്നെ നമ്മൾ ജംബോ മാക്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കി. ഷോളും ഈ ഷോളും ഈ മാക്സിക്കൊക്കെ പറ്റും. വെച്ചില്ല ജംബോൻ്റെ വീഡിയോ ഇതൊക്കെ വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ വെച്ചില്ല, ഇതൊക്കെ വെച്ചിട്ടുണ്ടോന്നില്ല ഈ ഗോൾഡിന്. ഒക്കെ മടക്കി വെച്ചിട്ട് വേണം മക്കളെ പോകാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ മൂക്കാരോ കടിച്ചിട്ടുണ്ടല്ലോ മൂക്ക് കണ്ടല്ലേ. ഷാളൊക്കെ രസമുണ്ട്. അപ്പം ഇനി ജംബോ മാക്സിക്ക് ഷാൾ കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ ഷാൾ അപ്ലോഡ് ആക്കിയതിന് ശേഷം മാക്സി അപ്ലോഡ് ആക്കല്ലേ, അല്ലെങ്കിൽ മാക്സി അപ്ലോഡ് ആക്കിയതിന് ശേഷം. ഇതും അടിപൊളി ഷാളാണ്, സൂപ്പർ ഷാളാണ്, വെറൈറ്റി ഷാളാണ്. കാണിച്ചു തരാം, കാണിച്ചു തരാം. ഡാമേജാണ് കേട്ടോ, ഡാമേജ് ആണ്. ഞാനും കണ്ടല്ലേ. അല്ല ഇതിൻ്റെ വേറെ ഉണ്ടടാ ഈ സാധനങ്ങൾ നമുക്ക് ഡാമേജ് കൊടുത്താലേ തിരിച്ച്. ഇതൊരു കളർ ചേഞ്ചാ, ഇതൊരു കളർ ചേഞ്ച് ആണല്ലേ. ഇതിൻ്റെ പോയ വഴി കണ്ടില്ല ഇതേട്ടോ. ഇത് ഡാമേജ് അല്ല കേട്ടോ, അതിൻ്റെ വേറെ കണ്ടില്ല. വയലറ്റ് ഇതാക്കണം. വൈറ്റിൽ ഷാളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്കണ്ട. അയ്യോ ഇങ്ങനത്തെ ഷാളൊക്കെ എവിടെ നിന്ന് കിട്ടും? കണ്ടില്ലേ ഇതിൻ്റെ ഇവിടെ ഇത് ഇങ്ങനെ വരുന്നത്. അടിപൊളി 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 ഷാൾ. ഇനി കാണിക്കാൻ പോണത് അതിലും അടിപൊളിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടില്ലേ, സൂപ്പർ ഷാളുകളാണ് മക്കളെ, സൂപ്പറാണ്. ഈ ഷാളുകളൊക്കെ ഹോൾസെയിലായിട്ട് ചോദിച്ച് കൊടുത്ത് ഞാൻ കുഴങ്ങി. കാരണം അതിൻ്റെ ഇടയിൽ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ. ഷോൾ ഹോൾസെയിൽ, ഈ ഷോൾ ഹോൾസെയിലായിട്ട് തരുമോ, ഈ ഷോൾ ഹോൾസെയിലായിട്ട് തരുമോ? കാരണം കുറേ പോകുന്നുണ്ട് വീട്ടിലിരിക്കണവർക്ക് അങ്ങനെ കച്ചവടം ചെയ്യാനാണ്. പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്നല്ല, ചോദിച്ചാൽ ഇപ്പോൾ ഈ നമ്മളെ കടയിൽ ഏറ്റവും നടക്കുന്ന ഒരു കാര്യം ഇപ്പോൾ എന്താണെന്ന്, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4-5 മാക്സി വേണ്ടി വരും. അമ്മായിക്കൊരു മാക്സി, മൂത്തമ്മാക്കൊരു മാക്സി, കുഞ്ഞാമാക്കൊരു മാക്സി, എനിക്കൊരു മാക്സി, അഞ്ചത്തിക്കൊരു മാക്സി, 5 ആൾ. അത് 5 വിധത്തിൽ. എന്നിട്ട് പറയും ഹോൾസെയിലായിട്ട് കൂട്ടിക്കൊണ്ടിട്ടോ. എൻ്റെ പൊന്നു മക്കളെ ഞാൻ എന്താ പറയാം, അങ്ങനെയൊക്കെ കാണിക്കുമ്പോണ്ടല്ലോ ഒരു 10 മാക്സി ഇല്ലാതെ ഇനി നമ്മൾ ഹോൾസെയിൽ കൊടുക്കൂല. കാരണം എന്താ വെച്ചാൽ ഇതാണ് അല്ല 5 മാക്സി ആയിട്ട് ഹോൾസെയിൽ കൊടുക്കൽ തുടങ്ങിയ സമയത്ത് ഇത് ഞാൻ നിർത്തി കാണിച്ചതാട്ടോ. ഇനി നിർത്തിയ പക്കം ഒന്ന് ഞാൻ ഇങ്ങനെയും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 5 മാക്സി മുതൽ ഹോൾസെയിൽ കൊടുത്തിരുന്നു, ഇനി 5 മാക്സി ഇല്ല. ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെയാണ് വരുന്നത്. 5 ആൾക്ക് 5 മാക്സി എടുത്തിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ വിലക്കെന്ന് പറയും. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ. ഒരു 10-15 പീസിലധികം എടുക്കാതെങ്കിൽ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുള്ളൂ. എൻ്റെ മക്കളെ ഈ ഷാളുകളൊക്കെ നല്ല നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ ഫസ്റ്റിൽ ഇതറിങ്ങിയ സമയത്തുള്ള ഷാളുകൾ തന്നെ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മളെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തും തരൂല. പിന്നെ ഇത് കാണിച്ചില്ലേ, സാരില്ലേ സാധനം മടക്കാനേ, ഇത് ഞാൻ കാണിച്ചിക്കണം കേട്ടോ. ഇല്ലേ ഇത് മടക്കിയോ, ഇത് ഞാൻ കാണിച്ചിക്കണം. നമ്മൾ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്ത് തരൂല, നമ്മുടെ ചാനൽ നിങ്ങൾ ആരും ഷെയർ ചെയ്ത് തരൂല, നമ്മളെ ചാനൽ നിങ്ങൾ ആരും ഫോളോ ചെയ്യില്ല ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ എന്നാലോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ ഇതാട്ടോ എന്നിട്ട് ഇതൊന്ന് ചെയ്തില്ല. നമ്മൾ സാധനം അയച്ചു തന്നാൽ അത് അടിപൊളി സാധനമാണ്, അത് നല്ല അടിപൊളിയാണ്, കിട്ടി ഉഷാറാണ്, സൂപ്പറാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആരും എന്ത് ചെയ്തില്ല, ഈ പറഞ്ഞ ഒരു സംഗതിയും ചെയ്തിരില്ല. മനസ്സിലായില്ലേ? അല്ല എന്നാലും നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഷോളൊക്കെ നോക്കി എവിടെ നിന്ന് കിട്ടും? മാക്സിക്കൊക്കെ അങ്ങനത്തെ ഷാൾ കണ്ടില്ല, അടിപൊളി ഷാൾ, 160 ഉറുപ്പ്യ. പറഞ്ഞ് ഞാൻ തന്നെ തള്ളി, ഞാൻ തന്നെ മറിച്ച് ഇത്ര എത്തി. കഴിഞ്ഞാ ഇത് കഴിഞ്ഞിട്ട് വേണം ചോറ് വെക്കാൻ പോകാനിടോ, ആണെങ്കിൽ നോക്കിക്കോ, ഇല്ലെങ്കിൽ ഇതാട്ടോ ഇതൊക്കെ നോക്കി
ഷാളാണിത്. മാക്സിക്കും എൻ്റെ ചേച്ചി മാക്സിക്ക് പറ്റില്ല, അത് പറ്റില്ല. ചല വേഗം വേഗം നോക്ക്. എന്താ നീ ചെന്നിട്ട് ഉറങ്ങാണോ? ഇന്ന് 12 മണിക്കാണ് നീച്ചത്. ഞാൻ കാണിച്ചിട്ടില്ല. അതാടോ കുറച്ച് നേരം കൂടി ഉണ്ടെങ്കിൽ ഇതും കൂടി മടക്കി കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. ഇത് ഞാൻ നിവർത്തി കാണിച്ചതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ ഇത് ഞാൻ നിവർത്തിക്കൂടാ. അപ്പൊ ഇത് നിവർത്തി കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഇത് അവസാനിച്ചിരിക്കുന്നു. ഇതാണ് അവസാനത്തെ പ്രിന്റ്. അപ്പൊ കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരിക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളി, കുഴപ്പമില്ല. കുറേ വീഡിയോ എടുത്തപ്പോൾ കളറൊക്കെ മങ്ങി വന്നു. അതെ